ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സഭ പുതിയ ആരാധന വർഷത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുകയാണല്ലോ. ഈ ആരാധനാ വർഷം കൂടുതൽ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെതുമായി തീരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. കൂദോസ് ഈത്തോ എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത്. അതായത് സഭാ ശുദ്ധീകരണം. സഭാ ശുദ്ധീകരണം നടക്കുന്നത് സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് രണ്ട് മാർഗങ്ങൾ വിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതായത് ശുദ്ധീകരിക്കപ്പെടാൻ യേശുവിന്റെ വചനം മനനം ചെയ്ത് യേശു പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മതിയെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്, ശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന മാർഗം 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അതായത് അനുതാപത്തോടെ കുമ്പസാരിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ഈ മാർഗങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് ഈ സഭാ ശുദ്ധീകരണത്തിന്റെ നാളുകളിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വിശുദ്ധ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ശിഷ്യന്മാർ പറയുകയാണ്, യോഹന്നാൻ സ്നാപകനാണെന്നും ഏലിയാവാണെന്നും ഇരമ്യാവോ മറ്റ് പ്രവാചകന്മാരോ ആണെന്നും യേശുവെ നിന്നെപ്പറ്റി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും യഹൂദന്മാർക്ക് ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മശിഹായുടെ വരവിനു വേണ്ടി കാത്തിരുന്ന് പ്രവചനങ്ങൾ ലഭിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച ജനമാണ് ഇസ്രായേൽ ജനം. പക്ഷേ അവർക്ക് ദൈവം അവരുടെ മധ്യേ ജനിച്ചതിനും അവരുടെ മധ്യേ വ്യാപരിച്ചതിനൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല അവർ. കാരണം യേശുവിന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘിച്ച് ജീവിച്ച ഒരു സമൂഹമായി, അതോടൊപ്പം തന്നെ കഠിന ഹൃദയമുള്ള ഒരു സമൂഹമായി, മാനസാന്തരപ്പെടാത്ത ഒരു സമൂഹമായി ജീവിച്ചതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ വീണുപോയത്. എന്നാൽ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അനുതാപത്തിലൂടെ വചന വഴികളിലൂടെ സഞ്ചരിച്ച പത്രോസിനാണ് സ്വർഗം ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചന മനനം ചെയ്ത് അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപങ്ങൾ